പറഞ്ഞല്ലോ 5 months ഒക്കെ ആവുമ്പോഴത്തേക്ക് ബേബി കിക്ക് ചെയ്യുമെന്ന്. എന്നിട്ടെന്താ ബേബി കിക്ക് ചെയ്യാത്ത? താനിതെന്താ ചെയ്യുന്നേ? പാല് മമ്മി തന്നിട്ടാ. പപ്പ ഈ മമ്മി ഒന്ന് വിളിച്ചോണ്ടോ? കഴിച്ച് ഞാൻ മടുത്തു. ഇതാ ഈ ജ്യൂസ് കൂടെ കൊടുക്കേ. ഞാനിത് സിദ്ധുവിനോട് കൊടുത്തിട്ട് വരാം. മമ്മി ഞാൻ കൊടുക്കാം ജ്യൂസ്. മമ്മി. ഓ യമ്മി, താങ്ക് യു. സിദ്ധാർത്ഥ്, എന്തു പറ്റി? ഇവിടെ ഇരിക്കുക. എന്തു പറ്റി യമ്മി? നിനക്ക് വെയ്യേ? എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അയ്യോ, എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എപ്പോഴും കുഞ്ഞുങ്ങള് കിക്കിയില്ല. ഒരു തവണ കൂടെ തൊട്ടോട്ടെ. താൻ എന്തിനാ എന്നോട് പെർമിഷൻ ചോദിക്കുന്നത്? ഇത് നമ്മുടെ കുഞ്ഞല്ലേ. ഞാൻ എങ്ങനെയാണോ തന്റെ ഇഷ്ടം കണ്ടില്ല നോക്കുന്നത്? യമ്മി, ഒന്ന് എന്റെ വീട്ടിൽ പോയാലോ? പോകാം. നീ ഈവനിങ് റെഡിയായി നിൽക്കുക, നമുക്ക് പോകാം. റൂമിലേക്ക്. ഇവിടെ എന്റെ റൂമുള്ളപ്പം ഗസ്റ്റ് റൂമിലേക്ക് പോകുന്നെന്തിനാ? നീ ട്രാവൽ ചെയ്തു വന്നില്ലേ, പോയി റെസ്റ്റ് എടുക്ക. ഞാനൊന്ന് പ്രവീണനെ കണ്ടിട്ട് വരാം. നീ എത്തിയോ? ഞാൻ 2 ആഴ്ച വർക്ക് ഫ്രം ഹോം എടുത്തു. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. യാമയുടെ മാറ്റം വിശ്വസിക്കടാ, നീ അത്രയ്ക്ക് സ്നേഹിച്ചതല്ലേ. എന്നിട്ട് ആളെവിടെ? ഫ്രഷ് ആവാൻ പോയിക്കോ. ഞാനങ്ങോട്ട് പോട്ടെ. ഋഷി, ഞാൻ ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനിയും ഞാൻ സിദ്ധുവിൻ്റെ ഇഷ്ടം കണ്ടില്ലെന്ന് വെച്ചാൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന തെറ്റാണ്.
ഇനി ഞാൻ ആരെ സ്നേഹിച്ചാലും എൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം അതൊരിക്കലും മാറില്ല. യാമി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. நீயும் நானும் அன்பே கண்கள் கோர்த்து கொண்டு வாழ்வின் எல்லை சென்று ஒன்றாக வாழலாம். ஆயுள் காலம் யாவும் அன்பே நீயே போதும். இமைகள் நான்கும் போர்த்தி இதமாய் நாம் தூங்கலாம். நீயும் நானும் அன்பே கண்கள் கோர்த்து கொண்டு வாழ்வின் எல்லை சென்று ஒன்றாக வாழலாம். என் பாதம் நீ, என் பாதம் நீ, நான் போகும் தூரம் நீ அறி. என் பாதம் நீ, என் பூமி நீ, என் ஆதி எல்லாம் நீ அறி. என் பாதம் நீ, என் பாதம் நீ, நான் போகும் தூரம் நீ அறி. என் பாதம் நீ, என் பூமி நீ, என் ஆதி எல்லாம் நீ அறி. தாய்மொழி போலே நீ வாழ்வாய் என்னில். உன்னிகள் பிரிந்தாலும் வீழ்வேன் மண்ணில். மின்மினி பூவே உன் காதல் கண்ணில் புதிதாய் கண்டேனே என்னை உன்னில். மதமாய் உன்னை கண்ட பின்னும் தாய் மடியாய் வந்தாய் நான் தூங்கவே. நீயும் நானும் அன்பே கண்கள் கோர்த்து கொண்டு வாழ்வின் எல்லை சென்று ஒன்றாக வாழலாம். உன் தேவையை நான் தீர்க்கவே வெந்நீரில் மீனாய் நீந்துவேன். உன் காதலை கடன் வாங்கியே என்னை நானே தாங்குவேன். உன் பாதியும் என் நீதியும் ஒன்றேதான் என்று வாழ்கிறேன். உன் கண்களில் நீர் சிந்தினால் அப்போதே செத்து போகிறேன். சாலையோர பூக்கள் சாய்ந்து நம்மை பார்க்க நாளை தேவையில்லை பெண்ணே, நாளும் வாழலாம். நீயும் நானும் அன்பே கண்கள் கோர்த்து கொண்டு வாழ்வின் எல்லை சென்று ஒன்றாக வாழலாம்.
സിദ്ധു, എന്താ യാമി? നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്? അയ്യോ, എനിക്ക് നീ എൻ്റെ ജീവനം, എൻ്റെ ശ്വാസം. കുറച്ച് ക്രിഞ്ചായി പോയില്ലേ? കേട്ടിട്ടില്ലേ പ്രേമത്തില് ക്രിഞ്ചുണ്ടെന്ന്? എന്നാലും ഞാൻ നിന്നോട് എല്ലാവരെ പോലും മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നിനക്ക് എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത്? എനിക്കറിയില്ല. എന്തോ റെക്കോർഡ് പറഞ്ഞു വെച്ച് അന്ന് പ്രവീണിൻ്റെ കൂടെ അത് കൊണ്ടുവരാൻ വന്നപ്പോഴാണ് നിന്നെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇൻഫാക്ച്വേഷൻ ആവും. പിന്നെ മനസ്സിലായി എനിക്ക് നിന്നെ ഇഷ്ടമാണ്. കാനഡയിൽ പോയി സ്റ്റഡി സബ്മിറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ നിന്നെ കാണാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച് ഇവിടെ തന്നെ നിന്നു. നീ കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് രവിയേട്ടൻ വന്നിട്ട് എന്നോട് പറയുന്നത് നീയും ഋഷിയും തമ്മിൽ ഇഷ്ടത്തിലായെന്നൊക്കെ. ആദ്യം സങ്കടം തോന്നിയിരുന്നു. പിന്നെ നിന്നെ ഋഷിയുടെ കൂടെ കണ്ടപ്പോൾ യു വാസ് സോ ഹാപ്പി. എനിക്കതും മതിയായിരുന്നു. പിന്നെ ഞാൻ കാനഡയിൽ പോയി. നിന്റെ ഇൻഫർമേഷൻ ഇടയ്ക്കിടയ്ക്ക് പ്രവീണൻ തന്നോണ്ടിരുന്നു. പിന്നെ ഒരു ദിവസം വിളിച്ച് പറഞ്ഞു ഋഷിയെ കാണാനില്ല. ഞാൻ നാട്ടിലേക്ക് വന്നപ്പോൾ നീ ആകുമ്പോഴത്തേക്കും തകർന്നിരുന്നു. എനിക്കൊന്ന് വന്ന് ആശ്വസിപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആശ്വസിപ്പിക്കാൻ മാത്രം ഞാൻ ആരും അല്ലായിരുന്നല്ലോ നിന്നെ. ഞാനും പ്രവീണും നിന്റെ ഫ്രണ്ട്സിനെ പോലെ അവനെ അന്വേഷിച്ചു, കണ്ടെത്താൻ പറ്റിയില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് പ്രവീൺ എന്നെ വിളിച്ചൊന്ന് കാണുമെന്ന് പറഞ്ഞു. എന്നോട് ആവശ്യപ്പെട്ടത് നിന്നെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന്, നിന്നെ കല്യാണം കഴിക്കണമെന്ന്. ഞാൻ അപ്പോൾ തന്നെ നോക്കാം. നിനക്ക് ഒരിക്കലും എന്നെ ഋഷിയുടെ സ്ഥാനത്ത് കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷെ പ്രവീൺ പറഞ്ഞത് ഇനിയും അച്ഛൻ്റെ അമ്മയുടെ സങ്കടം കാണാൻ വയ്യ. അവളുടെ ലൈഫ് അവളിങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് കാണാൻ വയ്യാന്നൊക്കെ. പ്രവീണിനെ സങ്കടത്തിൽ ഞാനൊന്ന് സമ്മതിച്ചു. എനിക്കൊരു ഹോപ്പുണ്ടായിരുന്നു നീ എന്നെ സ്നേഹിക്കുമെന്ന്. ബട്ട് ആ നൈറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയോടും ചെയ്യാൻ പാടാത്തൊരു തെറ്റല്ല. എനിക്കിപ്പോ നിന്നോട് ഒരു ദേഷ്യമില്ല. ഈ ആമയുടെ ബ്ലൂ ടീഷർട്ട് എവിടെ എടുത്ത് വെച്ചോ ആവോ? ഈ കബോർഡൊക്കെ ഒന്ന് ഒതുക്കി വെച്ചോളെ. എല്ലാം കൂടെ തറ വീണു. ഇത് ഋഷി, I love you. ഋഷി, I love you. ഋഷി, I love you so much. I love you. ഋഷി, ഋഷി, ഋഷി. ദേവ, അതേതാ അതേതാ? ഡോക്ടർ, ആദ്യമായിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? യാ ഹി ഈസ് ഫൈൻ. ഇന്ന് തന്നെ തിരിച്ചു പോകാം. ഒരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട്. മെമ്മറി തിരിച്ചു കിട്ടാൻ കുറച്ച് ചാൻസ് ഉണ്ട്. എന്നാലും താനും ചെന്ന് കണ്ടു നോക്കാം അയാളെ. ആദ്യേട്ടാ, ഞാൻ ആദ്യമല്ല, ഋഷി. ഒന്നും മനസ്സിലാക്കണം. ഞാൻ ശ്രമിക്കുന്നു. പിന്നെ വരാം. നമ്മളും നമ്മുടെ കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് വരാം. നീ പോയിട്ട് എപ്പോഴും ചെയ്യണേ? ഞാൻ ഓഫ് ചെയ്ത് നമുക്ക് കയറിയാ അവിടെ നിങ്ങൾ വിളിച്ചിട്ടുണ്ട്. നീ വേണ്ട, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. നന്ദി കൂടെ പോകുമ്പോൾ ഞാൻ തിരിച്ചു. നീ വീട്ടിൽ ഇന്ന് വന്നിട്ട് എന്റെ പേരൻസിനോട് സംസാരിച്ച് നമ്മുടെ മാരേജ് സെറ്റ് ആക്കാം. അന്ന് അവളോട് യാത്ര പറഞ്ഞു
വീട്ടിലേക്ക് വന്നു. ഇവിടെ എത്തിയപ്പോൾ നൈറ്റ് ആയിരുന്നു. ഈ ദേവിയെ കൊണ്ട് ഞാൻ തോറ്റു. 17 മിസ് കോള്. ഇനിയിപ്പം റൂമിലെത്തിയിട്ട് വിളിക്കാം. താൻ എന്നെ കൃത്യസമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു. താങ്ക് യു ഫോർ എവറിത്തിങ്. ആദിക്കുഞ്ഞിന് ഓർമ്മ തിരിച്ചു വന്നല്ലേ? ആദ്യമല്ല, ഋഷി സിദ്ധുമോനോട് പറയണ്ടേ? ഋഷി, ഞാൻ എങ്ങനെ ഏട്ടനോട് പറയുന്നത് ഏട്ടത്തെ സ്നേഹിച്ച ആള് ജീവനോടുണ്ടെന്ന്? ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവരോട് ഇതെങ്ങനെ ഞാൻ പറയുന്നത്? എന്തായാലും നാളെ തന്നെ നാട്ടിലേക്ക് പോകുമോ നിങ്ങൾ? ആൻറ്റി ഇതൊന്ന് ഋഷിയോട് പറഞ്ഞേര്. പാവമാണ്, ജീവനത്തുള്ളിനെ സ്നേഹിച്ചതല്ലേ ആളെ. മോനെ, ആമിമോള് നാട്ടിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അവിടെ പറയാൻ പറഞ്ഞു. ദേവാ, നിന്റെ ഋഷി വരുമോ നിന്റെ അടുത്തേക്ക്? നീ ആരോടായി പറയുന്നത്? അവള് കേട്ടിട്ട് മതി. അത് മര്യാദയ്ക്ക് തന്നു. അത് ഞാൻ എടുത്തല്ലേ? അച്ഛാ, അത് ഞാനല്ലേ ആദ്യം എടുത്തത്? ദീപമേ, ഒന്ന് നിർത്ത്. ഒരടി കൂടട്ടെ, നല്ല രസമുണ്ട് കാണാൻ. നിന്റെ വർക്കൊക്കെ കഴിഞ്ഞു? ഓ, കഴിഞ്ഞു. ആമി, നീ എന്താ പറയാതെ? എന്താടി നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഋഷി, ദേവാ,